ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചീര മുട്ടത്തോരനാണ് ചെയ്യാൻ പോണത് കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം ഉണ്ടാക്കാൻ. നമ്മളിവിടെ വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മുട്ട എടുത്തു, പിന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്, പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ചീര. ഇത് പറമ്പിൽ നിന്ന് കിട്ടിയ ചീരയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കി വയ്ക്കുക. ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച്, ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ, നന്നായിട്ട് ചൂടാകുമ്പോൾ അതിൽ ആദ്യം ഒന്ന് പച്ചമുളക് ഒന്ന് വാട്ടിയെടുക്കുക. അത് വാടി കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഉള്ളി ചേർത്താൽ മതി. ചെറിയ ഉള്ളി തൊലി കളയാൻ മടിയൊക്കെയാണെങ്കിൽ സവാള എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതിപ്പോൾ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ആദ്യമേ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതിന് ശേഷം മുളക് പൊടി ഇട്ട്, മുളക് പൊടി നന്നായിട്ട് മൂക്കണം. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ച ചീര അതിൽ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയം തന്നെ വയ്ക്കുക. അതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക. ചീര ചൂട് തട്ടിയാൽ വേഗം വാടി കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇനി ഒന്ന് അടച്ച് എല്ലാം കൂടെ കൂട്ടി അടച്ച് ഒരു 2-3 മിനിറ്റ് അങ്ങനെ വയ്ക്കുക. സിമ്മിലിട്ടിട്ട് വെച്ചാൽ മതി കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ചീര വെന്തിട്ടുണ്ടാവും. 2-3 മിനിറ്റ് മതി ചീര വേവാനായിട്ട്. എന്നിട്ടാണ് ഇനി അടുത്ത പണി ചെയ്യേണ്ടത്. നമ്മുടെ മുട്ട ഇരിക്കണില്ലേ, അപ്പോൾ അതിന് നടുവിൽ കുറച്ച് സ്പേസ് കൊടുക്കുക. അപ്പോൾ ഇതൊരു പരന്ന പാത്രത്തിൽ ഉണ്ടാക്കണം നല്ലത് കേട്ടോ. ആ നടുവിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. മുട്ടയിലേക്ക് ആവശ്യമുള്ളത് കേട്ടോ, കുറച്ച് മതി. എന്നിട്ട് ആ സ്പേസിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. അതിലേക്ക് മുട്ടയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതെന്നിട്ട് നടുവിൽ അതൊന്ന് ഇങ്ങനെ ഫ്രൈ ആയി വരട്ടെ. ഇപ്പം തന്നെ ചീര ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ആക്കരുത്. മുട്ട നന്നായിട്ടൊന്ന് വലിഞ്ഞ് വെള്ളമൊക്കെ പോയി ഡ്രൈ ആവുന്ന സമയത്ത് നമ്മുടെ ചീരയും കൂടെ മിക്സ് ചെയ്യാം. ഈ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കണം കേട്ടോ. കൂട്ടി വെച്ചിട്ട് അപ്പോൾ വേഗം ഇനി ഇത് അടച്ച് വയ്ക്കണ്ട, തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചിക്കി തോർത്തി എടുക്കാം. മറ്റേ മരത്തിൻ്റെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ പറ്റില്ല. അപ്പോൾ അതാണ് ഈ സ്റ്റീലിൻ്റെ സ്പൂൺ ഇട്ട്, അതാകുമ്പോൾ അടിയിൽ പിടിക്കാണ്ട് വേഗം നമുക്ക് ഇളക്കാൻ പറ്റും. എന്നിട്ട് ഇതിൽ എണ്ണ ഇട്ടിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. നല്ല മൊരിഞ്ഞ് കിട്ടുമ്പോൾ ഈ ചീരത്തോരനുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറിയും വേണ്ട നമുക്ക് ചോറിനാനായിട്ട്. മുട്ടയും ചീരയും കൂടി ഉണ്ടല്ലോ, പിന്നെ വേറെ എന്തിനാ കറിയും. അപ്പോൾ ഇതുപോലെ ചീര മുട്ടത്തോരൻ ഉണ്ടാക്കാൻ അറിയാത്തൊരു ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അതിൽ നാളികേരമൊന്നും ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ക്യാരറ്റ് തോരനുണ്ട്, ഇതുണ്ട്, പിന്നെ പുളിശ്ശേരി ഉണ്ട്. നമ്മുടെ സിമ്പിൾ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.